സമാനതകളില്ലാത്തൊരു വരൾച്ചയ്ക്കാണ് വയനാട് ജില്ല ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഏറ്റവും അധികം പ്രതിസന്ധി കർണാടകത്തോട് ചേർന്ന് കിടക്കുന്ന പുൽപ്പള്ളി മുള്ളൻകൊല്ലി മേഖലയ്ക്കാണ്. വൻ കൃഷിനാശമാണ് ഈ ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. കരിഞ്ഞുണങ്ങിയ കാപ്പിച്ചെടികൾ കണ്ടാലറിയാം പുൽപ്പള്ളിയിലെയും മുള്ളൻകൊല്ലിയിലെയും വരൾച്ചയുടെ ആഴം. നീരുവറ്റിയ നിലങ്ങളിൽ കാണാം കാർഷിക തകർച്ചയുടെ തോത് എത്രയെന്ന്. ഇത്തവണത്തെ കൊടും വരൾച്ചയിൽ വൻതോതിൽ കൃഷിനാശമുണ്ടായത് പുൽപ്പള്ളിയിലും മുള്ളൻകൊല്ലിയിലും. 400 ഹെക്ടറിലധികം കൃഷിനാശമാണ് ഈ മേഖലയിൽ മാത്രമുണ്ടായത്. കാപ്പി മാത്രമല്ല, കുരുമുളകും കമുകും വാഴയും നെല്ലും പച്ചക്കറികളുമെല്ലാം കരിഞ്ഞുണങ്ങി. ഇത്തവണ സംസ്ഥാനത്ത് ഏറ്റവും മഴക്കുറവ് രേഖപ്പെടുത്തിയ പ്രദേശം മുള്ളൻകൊല്ലിയാണ്. കൃഷികളെല്ലാം നശിച്ച് വലിയ തോതിലുള്ള നഷ്ടമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇവിടെ പല തരത്തിലുള്ള നേതാക്കന്മാർ, പല തരത്തിലുള്ള ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെയൊക്കെ ആളുകൾ വന്നു പോയി. പക്ഷേ എന്നിട്ടും ഈ ഇലക്ഷൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അതൊരു മുതലെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് തന്നെ നമുക്കറിയാം ഇപ്പോഴും ഈ ആവശ്യമായ കർഷകർക്ക് ആവശ്യമായ സഹായം എത്തിക്കുന്നതിനോ അവർക്ക് ആവശ്യമായ അവരുടെ നഷ്ടങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടമുണ്ടായിട്ടുള്ള ഒരു കർഷകനും യാതൊരു തരത്തിലുമുള്ള ഒരു ആശ്വാസവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. വയനാട് ജില്ലയിൽ ഇതുവരെ 8 കോടിയിലധികം രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് കണക്ക്. ഇടയ്ക്ക് പെയ്ത വേനൽ മഴയിൽ വ്യാപക നഷ്ടം വന്നത് വാഴക്കൃഷിക്കാണ്. വയനാടിനെ വരൾച്ചാബാധിത ജില്ലയായി പ്രഖ്യാപിക്കുന്ന നടപടി നീളരുതെന്നാണ് ഉയരുന്ന ആവശ്യം. നാട്ടിനെ അന്നം മുട്ടുന്ന കർഷകരുടെ അവസ്ഥ പരമദയനീയമാണ്. ബാങ്ക് ജപ്തി മൂലം കടക്കണിയിലായ കർഷകരെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഭരണകൂടത്തിനുണ്ട്. ഈ അടുത്ത നാളുകളിലായി വന്നുപെട്ടിട്ടുള്ള രൂക്ഷമായ വരൾച്ച മൂലം ഇവിടെ ജീവിച്ചു പോകാൻ നിർവാഹമില്ലാത്ത അവസ്ഥയായിരിക്കുകയാണ്. അതിന് സത്വരമായ പരിഹാരമുണ്ടാവണം. നാട്ടിലെ അന്നം മുട്ടുന്ന കർഷകരെ ഭരണകൂടത്തിന് ആവശ്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും സത്വരമായ നീക്കങ്ങളിലൂടെ അവരെ കൈപിടിച്ച് ഉയർത്താനുള്ള നടപടിക്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. സത്വരമായ നീക്കങ്ങൾ ഉണ്ടായില്ല എങ്കിൽ വയനാട് മരുഭൂമിയാകുന്ന സമയം വിദൂരമല്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ജനപ്രതിനിധികൾ ഇടപെടുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. നഷ്ടപരിഹാര നടപടികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.